അപ്പോൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് എങ്ങനെ പാസ്സാവാം? ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ 3 മാസം കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങൾ കണ്ടു കാണും, ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള 2 ടോപ്പിക്കാണ് ഇട്ടിരുന്നത്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ സാലറി, ജോലി കാര്യങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിലുള്ളവർക്ക് എങ്ങനെ കാനഡയിലേക്ക് വരാം എന്നുള്ളതായിരുന്നു. നിങ്ങൾ രണ്ടും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ എൻ്റെ ചാനലിൽ പോയി ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു NCLEX RN എങ്ങനെ പാസ്സാവാം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് എങ്ങനെ പാസ്സാവാം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ട്രെയിനിങ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ആപ്പുകൾ, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരും വെബ്സൈറ്റുകൾ, അവരുടെ സ്വന്തമായിട്ടുള്ള ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് NCLEX RNൻ്റെ ഇത് പറഞ്ഞിട്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ സ്വന്തമായിട്ട് ഒരു 3 മാസം കഷ്ടപ്പെട്ട് പഠിച്ചു. ആ 3 മാസം കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു. അപ്പം ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഒന്നിടണം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്നും അതുപോലെ NCLEXനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട്, അതായത് മുഴുവനായിട്ടും കാണുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അവരൊക്കെ ഈ NCLEX പാസ്സാകാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ എങ്ങനെ പഠിച്ച് NCLEX പാസ്സായി എന്നുള്ളതാണ്. NCLEX എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ NCLEX എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ലൈസൻഷ്യർ എക്സാം എന്നാണ് ശരിക്കും അതിൻ്റെ ഫുൾ ഫോം. US, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, ഈ 3 കൺട്രിയിൽ നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ NCLEX പാസ്സാവണം എന്നുണ്ട്. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള എലിജിബിലിറ്റി എല്ലാം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ച് നിങ്ങളുടെ 4th ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾ ശരിക്കും ലൈസൻസ്ഡ് ആയിട്ടുള്ള നേഴ്സ് ആവുകയുള്ളൂ. ഇത് ശരിക്കും ഒരു കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അത് നമ്മൾ ആൻസർ ചെയ്യുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് ആ ക്വസ്റ്റ്യന് നമ്മൾ ശരിയായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. ആൻസർ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഇച്ചിരൂടെ ഈസി ആയിട്ടുള്ളത് അടുത്തത് വരും. നമ്മുടെ നോളജിൻ്റെ ആ ലെവലിന് അനുസരിച്ച് കമ്പ്യൂട്ടർ അതിനോട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ആൻസർ ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈസി ലെവലിലുള്ളതായിരിക്കും, ഈസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിന് മുകളിലേക്ക് ഹാർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഇനി NCLEX എന്ന് പറഞ്ഞാൽ ശരിക്കും 5 മണിക്കൂറത്തെ ഒരു എക്സാമാണ്. അതിൽ ഈ 5 മണിക്കൂർ നമ്മൾ അവിടെ ഇരിക്കണം എന്നില്ല. നമ്മൾ ഇപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തു, ഒരു 85 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മിനിമം കിട്ടുന്നത്. മുമ്പ് 75 ആയിരുന്നു, ഇപ്പോൾ അത് 85 ആയി. അപ്പോൾ 85 to 150 ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത്. അതിൽ ചിലർക്ക് 85 ആകുമ്പോഴേ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവും. അതായത് ഈ കമ്പ്യൂട്ടർ ഇനിയും നമ്മളിത് പാസ്സാവില്ല എന്ന് മനസ്സിലാക്കിയാലും, അതുപോലെ തന്നെ അത് ഇല്ല നിങ്ങൾക്ക് ഇത് ഇനഫ് ആൻഡ് മോർ ആണ്, നിങ്ങൾ പാസ്സാവും എന്ന് ഉറപ്പുണ്ടെങ്കിലും 85 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഈ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവും. അതല്ല, കമ്പ്യൂട്ടറിന് സ്റ്റിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 85 കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോകും. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അത് വീണ്ടും അസസ് ചെയ്യും എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു നോളജ് ലെവൽ എന്നുള്ളത്. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 101 എന്തോ ആയപ്പോഴത്തേക്കും എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. ഈ ക്വസ്റ്റ്യൻസിൽ ശരിക്കും ഞാൻ പറഞ്ഞു 85 to 150 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. ഇതിൽ 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഇതിന് സ്കോർ ഉണ്ടാവില്ല. അത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇതിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് സ്കോർ ചെയ്യാത്തത്, അല്ലെങ്കിൽ പ്രീ ടെസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ 5 മണിക്കൂർ എന്ന് പറയും, പക്ഷേ എക്സാം സെൻറ്ററിൽ ഇരിക്കുമ്പോൾ ശരിക്കും ഈ 5 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറായിട്ട് പോലും നമുക്ക് തോന്നില്ല. കാരണം അത്രയും കീനായിട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ടൈമിനെക്കുറിച്ച് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇനി എത്ര നാൾ പഠിക്കണം? ചിലർ ചോദിക്കാറുണ്ട്, എത്ര നാൾ പഠിച്ചു, എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എത്ര നാൾ പഠിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നിങ്ങളുടെ നോളജ് ആയിരിക്കില്ല എനിക്കുള്ളത്. അപ്പോൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഒരു 2 മുതൽ 3 മാസം വരെ മാക്സിമം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് നീണ്ടും പോകരുത്, എന്നാൽ ഒട്ട് തീരെ കുറഞ്ഞും പോകരുത്. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ ഒരു 2 മുതൽ 3 മാസം വരെ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടണം. ഞാൻ പറയും, ശരിക്കും നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ NCLEX നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റൂ. സ്വന്തമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചു. പക്ഷേ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാവണം. ഇപ്പോൾ നിങ്ങൾ TV കാണുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ സീരീസ് കാണുന്ന ആളാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം ഇതിനെപ്പറ്റിയുള്ള വീഡിയോസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഞാൻ കുറച്ച് റിസോഴ്സസിൻ്റെ പേര് പറയാം. ഇതൊക്കെ റെഫർ ചെയ്യാനുള്ള സമയം നിങ്ങൾ അതിൽ കണ്ടെത്തുക. ഈ പറഞ്ഞ ടൈമിൽ ഈ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ റെഫറൻസ് മെറ്റീരിയൽസ് റെഫർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കോച്ചിങ് ഒന്നും ഇല്ലാതെയാണ് പഠിച്ചത്. ഞാൻ കുറേ സ്ഥലത്ത്, അതായത് യൂട്യൂബിലും അല്ലാതെയും ഒക്കെ റെഫർ ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നിന്നും എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് നല്ല കാര്യങ്ങൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അത് സക്സസ് ആയി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം യുവേൾഡ് ആപ്പാണ്. യുവേൾഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ആപ്പാണ്. NCLEX എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നോ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും ഈ യുവേൾഡിലെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഈ യുവേൾഡ് ഡൗൺലോഡ് ചെയ്ത് അതിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. ആക്ച്വൽ എക്സാം വരുമ്പോൾ ഓൾമോസ്റ്റ് ആ സെയിം മോഡലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വരത്തില്ല. പല ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പേടി വരത്തില്ല. ഈ ബുക്കൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബുക്കിൽ കുറേ അവർ പഠിക്കുന്നുണ്ട്, പക്ഷെ ആ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി അവർക്കറിയില്ല. അങ്ങനെയുള്ളവരാണ് ഈ ഫെയിൽ ആയി പോകുന്നത്. പെട്ടെന്ന് അങ്ങനെ കണ്ട് അതെങ്ങനെ അത് ശരിയായിട്ട് ഉള്ള ആൻസറിലേക്ക് എത്തിക്കണം എന്ന് അറിയാൻ പാടില്ലാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഫെയിലായി പോകുന്നത്. പിന്നെ ഇതിന് ശരിക്കും പ്രത്യേകിച്ച് സിലബസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ യുവേൾഡ് അല്ലെങ്കിൽ ആർച്ചേഴ്സ് റിവ്യൂ, അങ്ങനെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. simplenurse.com, അങ്ങനെ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അത് ചെയ്യുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ യുവേൾഡ് അല്ലാതെ പിന്നെ ഞാൻ പഠിച്ചത് മാർക്ക് ക്ലിമക്സിൻ്റെ ഓഡിയോസ്. ഈ മാർക്ക് ക്ലിമക്സ് ആരാന്ന് ചോദിച്ചാൽ NCSBൻ്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മാർക്ക് ക്ലിമക്സ് എന്ന് പറയുന്നത്. അതായത് NCLEXന് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന ഒരു പ്രൊഫസറായിരുന്നു ഈ പറഞ്ഞ മാർക്ക് ക്ലിമക്സ്. മാർക്ക് ക്ലിമക്സ് ശരിക്കും 38 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മാർക്കിൻ്റെ ഓഡിയോസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് കേട്ട് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ മാർക്കിൻ്റെ ലെക്ചറിൻ്റെ നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ നടക്കുന്ന വഴിക്കൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റീഡ് ചെയ്തുകൊണ്ട് നടക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ ചിറ്റ് ഷീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിക്കൊണ്ട് നടക്കാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് കാണുന്നിടത്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും നിങ്ങളത് എടുത്ത് ഒന്ന് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. NCLEXൽ എങ്ങനെയാണ് നമ്മുടെ ആ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെയാണ് വരേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് ശരിക്കും അതിൽ ഈ മാർക്ക് പറയുന്നുണ്ട്. മാർക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ 12 ഓഡിയോസ് ഉണ്ട്, ഓഡിയോ ലെക്ചേഴ്സ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എക്സാം എഴുതിയതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് രണ്ടാമത്തെ മോൾക്ക് ഒരു 5 മാസം ഉള്ളപ്പോഴാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും കൊച്ചു പിള്ളേരൊക്കെ ഉള്ളപ്പം എങ്ങനെയായിരിക്കും നമ്മുടെ വീട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്കറിയാലോ. കാര്യം മെറ്റേണിറ്റി ലീവിലാണ് എന്ന് പറഞ്ഞാലും ഒരാൾ സ്കൂളിൽ പോകുന്നുണ്ട്, ഹസ്ബൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, പിന്നെ ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന സമയത്ത് കുഞ്ഞുറങ്ങുന്ന സമയത്തോ അങ്ങനെയൊക്കെയുള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ പഠിക്കുന്നത്. അപ്പം കുഞ്ഞുണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മാർക്ക് ക്ലിമക്സിൻ്റെ ഓഡിയോ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ട് നടക്കും. അപ്പോൾ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുമ്പോഴും ഒക്കെ ഇത് കേട്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് നടക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ടൈം കിട്ടിയില്ലെങ്കിലും നമ്മൾ നടന്നുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ടാണ്. ഇടയ്ക്ക് നമ്മളുടെ കോൺസെൻട്രേഷനൊക്കെ പോകും. പക്ഷേ എന്ന് പറഞ്ഞാലും എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ സീരീസ് കാണുകയോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഓഡിയോസ് മാക്സിമം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അത് ഒരു ഓഡിയോ എന്ന് പറയുന്നത് ശരിക്കും 1 hour ഉണ്ട്, 1 മണിക്കൂറുണ്ട്. ആ 1 മണിക്കൂർ അങ്ങനത്തെ 12 ഓഡിയോ ആണുള്ളത്. ഇത് നിങ്ങൾക്ക് കേട്ട് കുറച്ച് പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്
ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളുടെ മനസ്സിൽ വരേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ റെഫർ ചെയ്യുന്ന കാര്യമായിരുന്നു simplenursing.com എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്നും അബ്സോർവ് ചെയ്യുക. അതിൽ ശരിക്കും പറഞ്ഞാൽ അത് ആനിമേറ്റഡ് വീഡിയോസ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് നെമോണിക്സ് ഉണ്ട് അതിനകത്ത്. നമുക്ക് പഠിക്കാനായിട്ട്, പ്രത്യേകിച്ചും ഫാർമക്കോളജി ഒക്കെ ആണെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഫാർമക്കോളജി ഒക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഈസിയാണ് അത് നോക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൽ നോക്കി പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാം എന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതായത് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഇനി എൻക്ലക്സ് എന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു കാണാതെ പഠിച്ചെഴുതുന്ന ഒരു എക്സാം അല്ല. നമ്മളുടെ ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് വായിച്ച് നോക്കി കഴിഞ്ഞിട്ട് എന്താണ് ശരിക്കും പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ആ പേഷ്യൻറ്റിനെ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്താൽ ആ പേഷ്യൻറ്റിനെ സേഫ് ആക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഉള്ളത് സോണ്ടേഴ്സിൻ്റെ ബുക്കാണ് കേട്ടോ. നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തോ അല്ലെങ്കിൽ യുവേൾഡ് എടുത്ത് പഠിക്കുക എന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വന്നു, അപ്പോൾ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഞാൻ ഒരിക്കലും ഈ ബുക്ക് ഫുൾ പഠിക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അത് ടൈം വേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒരിക്കലും നിങ്ങൾക്ക് ഈ ബുക്കിൽ നിന്ന് കിട്ടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ യുവേൾഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ഫസ്റ്റ് നിങ്ങൾ 1 മന്ത് എടുത്ത് നോക്കുക. ആദ്യമേ ചാടി കയറി 3 മാസം അല്ല 6 മാസത്തേക്ക് എടുക്കരുത്. ഫസ്റ്റ് 1 മന്ത് എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ അതിൽ ഡെയിലി ഒരു 20 ക്വസ്റ്റ്യൻസ് 20 മിനിറ്റത്തേക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ 20 മിനിറ്റ് 20 ക്വസ്റ്റ്യൻസ് ചെയ്യുക ഫസ്റ്റ്. അത് ചെയ്തിട്ട് അതിലിപ്പം ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, റൈറ്റ് ആയാലും റോങ് ആയാലും നിങ്ങൾ അതിൻ്റെ റാഷണലേ ഉണ്ട്. അതായത് ഓരോ ക്വസ്റ്റ്യനും എന്താണ് ശരിയായെന്നുള്ള റീസൺ അവിടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റുള്ള ആൻസർ തെറ്റായെന്നുള്ള റീസൺ അവിടെ കൊടുക്കുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ്റെയും റാഷണലെ നോക്കുക. എന്തുകൊണ്ടത് ശരിയായി അല്ലെങ്കിൽ എന്തുകൊണ്ടത് തെറ്റായി. നിങ്ങൾ ശരിയാന്ന് വെച്ചാൽ ഒരിക്കലും അതിൻ്റെ റാഷണലെ നോക്കാതിരിക്കരുത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൻസർ ആയിരിക്കില്ല ഈ പറഞ്ഞ ശരി ഉത്തരം തന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ പ്രത്യേകിച്ചും ഇനീഷ്യൽ ആയിട്ടുള്ള ടൈമിൽ, അതായത് ആദ്യമൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടുന്നുണ്ട്, അപ്പോൾ ഒരു 60 to 70% നിങ്ങൾക്ക് സ്കോർ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. നിങ്ങൾക്ക് പാസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. 70% എബോവ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാസ്സാവുമെന്ന് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം ഇതേപോലെ ഒരു 60 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുക. ഓരോ ദിവസവും 60 ക്വസ്റ്റ്യൻസ് വീതം. നിങ്ങൾ ഈ ടെസ്റ്റ് എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങൾ അഡാപ്റ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ അതൊന്നും കൂടെ ഈസി ആയിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം 20 ക്വസ്റ്റ്യൻസ് എടുത്തു, അതിൻ്റെ റാഷണലേ കണ്ടു. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു ബുക്ക് കീപ്പ് ചെയ്യുക. ഇതിനു വേണ്ടി എൻക്ലക്സിന് വേണ്ടി ഒരു ബുക്ക് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡയറിയോ എന്താ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ ഫോണിൽ നോട്ട്സ് എഴുതി വെക്കുന്നവരായിരിക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങളൊരു നോട്ട് കീപ്പ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അന്ന് നിങ്ങൾ പഠിച്ച കീ പോയിന്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ കീ പോയിന്റ്സ് ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് റിമെമ്പർ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ കീ പോയിന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സോണ്ടേഴ്സിലെ ബുക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. അതിനെക്കുറിച്ച് ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ സമയം അടുക്കുമ്പോൾ ശരിക്കും ഈ കീ പോയിന്റ്സ് നമുക്കൊന്ന് നോക്കിയാൽ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും അതിൽ റിമെമ്പർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ ഫ്ലാഷ് കാർഡായിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി വെക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഫാർമക്കോളജി അല്ലെങ്കിൽ മെഡിക്കേഷൻ്റെ ഇൻട്രാക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ മാക്സിമം ഫ്ലാഷ് കാർഡായിട്ട് അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് റിമെമ്പർ ചെയ്യാൻ പറ്റും. കാരണം അത് എന്നിട്ട് നമ്മളുടെ വാളിലോ അല്ലെങ്കിൽ നമ്മളുടെ റൂമിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ നമുക്ക് വരുന്നത് ഈ ഒരു
പിക്ചർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് റിമെമ്പർ ചെയ്യും. അതുപോലെ തന്നെ ECG, പല ടൈപ്പ് ECG ഉണ്ട്. ECG റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് അതും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു പിക്ചർ എടുത്ത് വെച്ച് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ശരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രയോറിറ്റൈസേഷനും ഡെലിഗേഷനും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സൈക്കാട്രിക് മെഡിക്കേഷൻസ്, പിന്നെ ഫാർമക്കോളജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മാർക്ക് ലിമക്സിൻ്റെ ഓഡിയോസിൻ്റെ ഒരു റിവ്യൂ ഉണ്ട്, ഡോക്ടർ ഷാരോൺസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട്. മാർക്ക് ലിമക്സിൻ്റെ ഓഡിയോസ് വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഈ ഡോക്ടർ ഷാരോൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ പറ്റുമെങ്കിൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അത് നല്ലതാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്തുകൊണ്ടാണ് വന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആൻസർ എന്തുകൊണ്ടാണ് അത് തെറ്റായി പോയത് എന്നുള്ള എല്ലാ റീസൺസും അവരതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് പ്രാവശ്യം നിങ്ങളൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് ഇടയ്ക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ മാർക്ക് ലിമക്സിൻ്റെ ഓഡിയോസും അതുപോലെ ഡോക്ടർ ഷാരോണിൻ്റെ റിവ്യൂ, ഇത് രണ്ടും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതുപോലെ ഈ ഡോക്ടർ ഷാരോണിൻ്റെ ചാനലിൽ മാർക്ക് ലിമക്സുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്, അതും കൂടി ഒന്ന് നിങ്ങൾ കണ്ടിരിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ ഡെയിലി ഒരു 60 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പം മൊത്തത്തിൽ ഒരു 2000 ക്വസ്റ്റ്യൻസ്, ഒരു 1500 തൊട്ട് 2000 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ ഫുള്ളായിട്ട് ഈ എക്സാമിന് മുൻപ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 60 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു ദിവസം എടുക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം 20 ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 20 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എടുക്കുക. എന്നിട്ട് അത് ആൻസർ ചെയ്ത് റാഷണലെ കണ്ടുപിടിച്ച് കീ പോയിന്റ്സ് എഴുതി വയ്ക്കുക. ഇങ്ങനെയൊന്ന് കുറച്ച് ദിവസം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ ഒരു റൊട്ടീൻ വരും. അതുപോലെ ഒരിക്കലും നിങ്ങൾ ആൻസേഴ്സ് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസേഴ്സ് തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് നോക്കുക. നോക്കിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആൻസർ തെറ്റായത്, നിങ്ങളുടെ നോളജ് അപ്ലൈ ചെയ്തതിൻ്റെ കുഴപ്പമാണോ, അതോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തതിൻ്റെ കുഴപ്പമാണോ, എന്തുകൊണ്ടാണ് ആ ആൻസർ തെറ്റായി പോയത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. എൻക്ലക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിനാരിയോ ബേസ്ഡ് ആയിരിക്കും. അതായത് ഒരു സിനാരിയോ തന്നിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ സിനാരിയോ മനസ്സിൽ കാണുക, ആ പേഷ്യൻറ്റിനെ മനസ്സിൽ കാണുക, ആ പേഷ്യൻ്റെ കണ്ടീഷൻ. അപ്പോൾ നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് എന്ത് ചെയ്യും, ആ ഒരു പേഷ്യൻ്റ് ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിങ്ങൾ എന്ത് ചെയ്യും, അതൊരിക്കലും പേഷ്യൻ്റ് സേഫ്റ്റിയെ അഫക്റ്റ് ചെയ്യുന്നതാകാൻ പാടില്ല. പേഷ്യൻറ്റിനെ സേഫ് ആക്കുന്നതായിരിക്കണം എപ്പോഴും നിങ്ങളുടെ ആൻസർ. ഇനി എൻക്ലക്സിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയതൊന്നുമല്ല. അപ്പം അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അടുത്ത ആൾക്ക് കിട്ടുന്നത്. നമുക്ക് ഒരാൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല എങ്ങനെ ആണത് വന്നത്, അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ആണ് വന്നത്, ഇങ്ങനെയൊന്നും നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനാരിയോ ടൈപ്പ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത്. അപ്പോൾ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഇനി അടുത്തത് വരുന്നത് ഡ്രോപ്പ് ഡൗൺ അല്ലെങ്കിൽ ക്ലോസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ആയിരിക്കും അത്. പിന്നെ വരുന്നത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ്. ഇനിയുള്ളത് ഗ്രിഡ് ഓർ മാട്രിക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ സാറ്റ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ സാറ്റ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ളത്. കാരണം ഞാൻ പഠിച്ച സമയത്ത് സാറ്റ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സാമിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സാറ്റ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സിനാരിയോ അവർ തരും, അതിന് കുറേ ഓപ്ഷൻ കാണും. ആൻസറായിട്ട് ഒരു 5 or 6 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ നിന്നും അതിൽ ശരി ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ 6 ഓപ്ഷനിൽ നിന്നും അതിനകത്ത് ശരിയായിട്ടുള്ളതെല്ലാം, അതായത് ശരിയായിട്ടുള്ള 2 എഴുതാനോ 3 എഴുതാനോ അല്ല അവർ പറയുന്നത്, ശരിയായിട്ടുള്ളതെല്ലാം എഴുതുക എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ ടിക്കിടുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വായിച്ച് നോക്കിയിട്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് നമ്മൾ ടിക്കിടുക. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഇതിൻ്റെ എക്സാമിൻ്റെ ടൈമിൽ ശരിക്കും സാറ്റ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ള എല്ലാം ശരിയാണെങ്കിലും ഒറ്റ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഒറ്റ ഓപ്ഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് പോകുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അവർ
പാർഷ്യൽ സ്കോറ് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പം സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ 5, 6 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 4 നമ്മൾ ശരിയാക്കി, ഒരെണ്ണം തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ ആ തെറ്റിപ്പോയതിന് സ്കോറൊന്നുമില്ല, ബാക്കി 4 ശരിയായതിൻ്റെ സ്കോറ് അവർ നമുക്ക് തരും. അത് ശരിക്കും ഒരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇനി നിങ്ങൾ എക്സാം എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കഴിവതും എല്ലാ ദിവസവും തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. യു വേൾഡ് ശരിക്കും നല്ലൊരു ആപ്പാണ്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ യു വേൾഡ് നഴ്സിംഗ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കൂടെ കണ്ടു നോക്കുക. മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അവർ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാം എടുക്കുന്നതിന് ഒരു 2 ആഴ്ച മുൻപ് നിങ്ങൾ ശരിക്കും വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ വർക്ക് പ്ലേസിൽ നിന്ന് നിങ്ങൾ ലീവ് എടുക്കുക. 2 ആഴ്ച ലീവ് എടുത്ത് നിങ്ങൾ കഠിനമായിട്ട് നന്നായിട്ട് വേറൊരു കാര്യങ്ങളിലും നിങ്ങൾ ഫോക്കസ് കൊടുക്കാതെ ഇതിൽ തന്നെ ഫോക്കസ് കൊടുത്ത് 2 ആഴ്ചത്തേക്ക് കണ്ടിന്യൂസ് നിങ്ങൾ പഠിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, 2 ആഴ്ച എന്തായാലും ലീവ് എടുക്കണം എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് ലീവ് എടുപ്പിച്ച് ഞാൻ ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനല്ലാതെ ബാക്കി ഒരു കാര്യത്തിനും ഞാൻ ഈ 2 ആഴ്ച ഞാൻ ഇടപെട്ടിട്ടില്ല. ബാക്കിയെല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ നോക്കിയത്. ആ കാര്യത്തിനൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോഴും ഒരുപാട് താങ്ക്സ് പറയുന്നു. അപ്പോൾ ആ 2 ആഴ്ച എന്ന് പറയുന്നത് കഠിനമായിട്ട് നല്ല ഹാർഡ് വർക്ക് തന്നെ ഞാൻ ചെയ്തു. അപ്പം അതിന് മുമ്പ് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ഈ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ 2 ആഴ്ച എന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി തന്നെ മെനക്കെട്ടിരുന്ന് പഠിച്ചു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എക്സാം ഡേറ്റ് വന്നു. പക്ഷേ എക്സാം ഡേറ്റിൻ്റെ തലേ ദിവസം എൻ്റെ കുഞ്ഞിന് ഭയങ്കര പനി വെച്ചാൽ ഭയങ്കര പനി. രാത്രി ഫുള്ള് പനിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും എനിക്ക് എക്സാമിന് പോകാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ തന്നെ വിചാരിച്ച് ഞാൻ എഴുന്നേറ്റത്. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും പൊക്കോ, എന്തായാലും ഇവിടം വരെ ആയില്ലേ, നീ എന്തായാലും പോയി എഴുത്, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. കാരണം രാത്രി മുഴുവൻ ഞാൻ എഴുന്നേറ്റിരിക്കുകയായിരുന്നു കുഞ്ഞിനെ കൊണ്ട്. അപ്പോൾ എന്തായാലും പോയി എഴുതി. പക്ഷേ എനിക്ക് എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. അതിന് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു ദൈവത്തിനും, അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ ഹസ്ബൻഡിനും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ട്, വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് വേണം. എന്തെങ്കിലും ഡ്രൈവേഴ്സ് ലൈസൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഫോട്ടോ ID ഉള്ള എന്തെങ്കിലും കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളവിടെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഓഫീസ് ഉണ്ടാവും, ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവും. അവിടെ നമ്മൾ പറയുക. അപ്പോൾ അവർ നമ്മളോട് പറയാണ്ടിരിക്കാൻ പറയും. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവർ വാങ്ങും. അത് അവർ നമുക്ക് ലോക്കർ തരും. ആ ലോക്കറിൽ നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം. അതുപോലെ തന്നെ നമുക്കൊരു എക്സാമിനെ കുറിച്ചുള്ള ഒരു ബുക്ക്ലെറ്റ്, എന്തൊക്കെയാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റിയൊക്കെയുള്ള ഒരു ബുക്ക്ലെറ്റ് തരും. അപ്പോൾ നമുക്ക് വായിച്ചു ഇരിക്കാം എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്, എക്സാം ഹാളിൽ കയറി എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളവിടെ ഫിംഗർ പ്രിന്റ് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ എടുക്കും അവർ. അതിനുശേഷം നമ്മളെ എക്സാം റൂമിലേക്ക് കൊണ്ടുപോയിരുത്തും. ഇപ്പോൾ എക്സാം റൂം എന്ന് പറയുന്നത് ഇങ്ങനെ എൻ്റെ റൂം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന ഒരു റൂമായിരുന്നു. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിൻ്റെ മുൻപിലും ഒരാളുണ്ട്, അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. അതേപോലെ തന്നെ നമ്മൾക്കിപ്പം എന്തെങ്കിലും റഫ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള പെന്നും പേപ്പറും ക്ലിപ്പ് ബോർഡും തരും. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഡ്രഗിൻ്റെ കാൽക്കുലേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലെഴുതി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ അവിടെ ഇവിടെയൊന്നും പോകാതിരിക്കുക. ചിലരുണ്ട് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ. അപ്പം കഴിവതും നമ്മൾ ആ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഈ ടൈമിൽ നിന്നാണ് അത് പോകുന്നത്. അതൊന്ന് നിങ്ങൾ ഓർക്കുക. കാര്യം കമ്പ്യൂട്ടർ ചിലപ്പോൾ അതിന് മുമ്പ് ഷട്ട് ഡൗൺ ആകുമായിരിക്കും ഈ 5 മണിക്കൂറിന് മുമ്പ്. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ പെട്ടെന്നങ്ങ് വിട്ടുപോകും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയി വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എക്സാം റൂമിലേക്ക് കയറുന്നതിന് മുൻപ് വാഷ്റൂമിലൊക്കെ പോയി ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ അതിനിടയ്ക്ക് പോയി ടൈം കളയേണ്ട കാര്യമില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. 2 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും. പിന്നെയെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഇത് ശരിക്കും നമുക്ക് ഈസി ആയിരുന്നോ അതോ ഡിഫിക്കൽട്ട് ആയിരുന്നോ, നമ്മുടെ എക്സാം എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് ചോദിച്ചതെന്ന്
നമുക്കൊരാൾക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു ടൈപ്പിലാണ് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ മെമ്മറൈസ് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഓരോ കാര്യങ്ങളും ഓരോ കണ്ടീഷനും. ഇപ്പോൾ മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സീലിയാക് ഡിസീസ്. സീലിയാക് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഡയറ്റിൻ്റെ കാര്യങ്ങൾ മിക്കവാറും ചോദിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്ത് ടൈപ്പ് ഡയറ്റാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് വരുന്നത്, സീലിയാക് ഡിസീസ് ഉള്ള പേഷ്യൻറ്റിന് എന്ത് ഡയറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത്, ആ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് NCLEX RN പാസ്സാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് ഈ 3 മാസം കൊണ്ട് NCLEX പാസ്സാവാം. അപ്പോൾ നിങ്ങളത് മാക്സിമം ഇതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും യുവേൾഡും മാർക്ക് ലിമിറ്റ്സിൻ്റെ ഓഡിയോസും ഒക്കെ നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കേട്ട് അതുപോലെ ഞാൻ പറഞ്ഞ പോലെ പിന്നീടൊന്ന് റെഫർ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ NCLEX ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, കുറച്ചൊക്കെ ഒരു ലക്കാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, പഠിക്കുക, റിലാക്സ് ചെയ്യുക. പിന്നെ എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾ ഒരുപാട് തല കുത്തി പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ മാക്സിമം റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എക്സാം അടുക്കാറാവുന്ന ടൈമിൽ, അതായത് ഒരാഴ്ച മുൻപ് അല്ലെ 2 ആഴ്ച മുൻപ് നിങ്ങൾ ഈ യുവേൾഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ മോക്ക് എക്സാം ഉണ്ടാവും. ആ മോക്ക് എക്സാം നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ കാണിക്കും നമ്മൾക്ക് എത്ര % നമ്മൾ പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കും. അതനുസരിച്ച് നിങ്ങൾ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് കുറച്ചുകൂടെ, ഇപ്പോൾ കുറവാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കുക. കൂടുതലാണ് കിട്ടിയതെന്ന് വെച്ച് അത് ഓക്കെ ഞാൻ പാസ്സാകുമെന്ന് വിചാരിച്ച് വെറുതെ പിന്നെ നോക്കാതിരിക്കരുത്. എക്സാം ആവുന്ന ആ ഡേറ്റ് വരെ നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് എടുക്കുക, അതുപോലെ അതിൻ്റെ റാഷണൽ നോക്കുക. അതുപോലെ ഓരോ സിസ്റ്റം വൈസ് പഠിക്കുന്നവർക്ക് അങ്ങനെയാണെങ്കിലും പഠിക്കാം, ഏത് രീതിയിലാണെങ്കിലും. അതുപോലെ എനിക്ക് തോന്നുന്നു യുവേൾഡിൽ നമുക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ ATT മസ്റ്റായിട്ടും കൊണ്ടുപോവുക, മറന്നു പോകരുത്. അതുപോലെ പാസ്പോർട്ട്, പിന്നെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ RN അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എങ്ങനെ ഒരു റെസ്യൂമെ തയ്യാറാക്കണം എന്നുള്ളതും ഞാൻ ഇനി ഒരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ഇടാം. എന്നോട് 2-3 പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോസാണിത്, ഇത് ഇടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഴിവതും ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലാതെയോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി എങ്ങനെയാണ് ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ നേഴ്സ് എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.